KS മെൻറ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആണ് ഇവിടെ ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മെയ് 2 നമ്മുടെ പ്രിലിംസ് ഫസ്റ്റ് ഫേസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ് 16 രണ്ടാമത്തെ ഫേസും ജൂണിൽ മൂന്നാമത്തെ ഫേസിന് ഡേറ്റ് വന്നു. 3 ഫേസ് ആയിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. കേരള ഹിസ്റ്ററി നിങ്ങൾക്കറിയാം വളരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ഒരു ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്ന മേഖലകളാണ് നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത്. കേരള ഹിസ്റ്ററി സിലബസ് വളരെ വലുതാണ്. അപ്പോൾ ഇതിനൊരു എക്സാംസിനെല്ലാം ഒരു പാറ്റേൺ വരുന്നുണ്ട്. കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസ് അറൈവൽ ഓഫ് യൂറോപ്യൻ, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻ, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇതാണ് കേരള ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ടോപ്പിക്, അല്ലെങ്കിൽ സിലബസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്. ഇനി നമ്മൾ പാറ്റേൺ ക്രാക്ക് ചെയ്യാണ്. ഇതാണ് KS മെൻറ്ററിന്റെ ഡാറ്റ അനാലിസിസ് പ്രകാരം വരുന്ന ഹോട്ട് ടോപ്പിക്സ് അഥവാ പാറ്റേൺ. നമ്മൾ ക്രാക്ക് ചെയ്ത് 2021 മുതൽ 25 വരെയുള്ള പാറ്റേൺ ക്രാക്ക് ചെയ്തതിൽ നിന്നും ഈ ക്വസ്റ്റ്യനുകൾ, ഈ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ആദ്യം വരുന്നത് പ്രീ ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇത് ഒരു 11 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. രണ്ടാമത്തെ പ്രിയോറിറ്റി വരുന്നത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആണ്. തേർഡ് പ്രിയോറിറ്റി അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ്. ഫോർത്ത് പ്രിയോറിറ്റി വരുന്നത് റൈസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ട്രാവൻകൂർ ആണ്. ഫിഫ്ത്ത് പ്രിയോറിറ്റി ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി ആണ്. ആൻഡ് ലാസ്റ്റ് പ്രിയോറിറ്റി വരുന്നത് കേരള ആഫ്റ്റർ 1956 ആണ്. അതിനകത്ത് ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ, പോളിസി ഓഫ് കേരള മിനിസ്ട്രീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനും പുറത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ മേഖലയ്ക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി ടോപ്പിക്ക് ഒരു ഷോർട്ട് ടൈമിൽ റിവൈസ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രിയോറിറ്റി ഈ ഒരു ക്രമത്തിൽ കൊടുക്കണം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രീ ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്നുള്ള ഭാഗം, പ്രീ ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റിനകത്ത് വരുന്നത്, അതുപോലെ തന്നെ INC, KPCC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം 1920-21 കാലഘട്ടത്തിൽ, ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, കൊച്ചിയിലെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്, നമ്മുടെ ട്രാവൻകൂറിലെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകൾ, പൊളിറ്റിക്കൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവന്റുകൾ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, കൊച്ചിയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ട്രാവൻകൂർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, മലബാറിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അങ്ങനെയുള്ള മേഖലകളിൽ നിന്നെല്ലാം വളരെ കൃത്യമായിട്ട് PSC റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അത്തരം ടോപ്പിക്കുകൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. അത് റിപ്പീറ്റായിട്ട് ഡെഫിനറ്റ്ലി നമുക്കതൊരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അത് മിസ്സാക്കുന്നത് നമ്മുടെ പ്രിലിംസ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ മെയിൻസിന്റെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുന്നു. നിങ്ങൾക്കറിയാം, പ്രിലിംസിന്റെ പ്രത്യേകത അറിയാം, ഒരു 10 പോസ്റ്റോളം ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല കട്ട് ഓഫ് ഉള്ള പോസ്റ്റുകൾക്ക് കയറണമെങ്കിൽ ഇത്തരം ടോപ്പിക്കുകൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഇനി സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്, അതും ഒരു വൈഡർ ടോപ്പിക്കാണ്. അപ്പോൾ അത്തരം ഈ വൈഡർ ടോപ്പിക്കിനകത്ത് വരുന്നത് SNDP, NSS, KPMS തുടങ്ങിയ സംഘടനകളൊക്കെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മേജർ അജിറ്റേഷൻസ്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാന്നാർ ലഹള, കല്ലുമാല അജിറ്റേഷൻ, ഊരുട്ടമ്പലം ലഹള തുടങ്ങിയ ലഹളകളായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തുടങ്ങിയ അജിറ്റേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മേജർ ലീഡേഴ്സ്, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആയിട്ട് അത് PSCയുടെ സ്ഥിരമായിട്ട് എന്താ പറയുക ക്വസ്റ്റ്യൻ വരുന്നൊരു മേഖലയാണ്. അപ്പോൾ ഇത്തരം മേഖലകളൊന്നും മിസ്സാക്കരുത്. പിന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്ത് ആ ഓർഡർ കൃത്യമായിട്ട് ആരാണ് ആദ്യം വന്നത്, പോർച്ചുഗീസ് വന്നു, രണ്ടാമത് ആര് വന്നു, അപ്പോൾ ഡച്ച് വന്നു, PDEF, ഇംഗ്ലീഷ് വന്നു, ഫ്രഞ്ച് വന്നു. ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് നോക്കണം. പോർച്ചുഗീസായിട്ട് ബന്ധപ്പെട്ട് അൽമേഡയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, ബ്ലൂ വാട്ടർ പോളിസി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഡച്ച് പോർച്ചുഗീസ് റിവല്ലറി ഒക്കെ പരാമർശമുണ്ട്. കുളച്ചൽ വാർ വരുന്നുണ്ട് ഡച്ചായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസിനകത്ത്. അതുപോലെ തന്നെ ഡച്ച് കോട്ട, ഡച്ച് പാലസിന്റെ ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൈസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ട്രാവൻകൂർ, അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള കാലഘട്ടമാണ്. അതിനകത്ത് എല്ലാ രാജാക്കന്മാരെയും ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ പ്രധാന പോയിന്റുകളെല്ലാം, ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാര്യത്തിലാണെങ്കിൽ തൃപ്പടിദാനം, അതുപോലത്തുള്ള ഇവന്റുകൾ, അതുപോലെ തന്നെ അനക്സേഷൻസ്, ആറ്റിങ്ങൽ അനക്സേഷൻ വരുന്നുണ്ട്, മാവേലിക്കര പിടിച്ചടക്കിയത് വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും വിട്ടുപോകരുത്. അപ്പോൾ അത് വളരെ പ്രിയോറിറ്റി ആയിട്ട് തന്നെ നോക്കണം. അപ്പോൾ ഈ ഓർഡർ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ലിറ്റററി സോഴ്സ് ഓഫ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതിനകത്ത് വരുന്നത് ഇൻസ്ക്രിപ്ഷൻസ്, മലയാളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഴയ പുസ്തകങ്ങൾ, ഭാഷാ കൗടില്യം പോലുള്ള പുസ്തകങ്ങൾ, ഇതെല്ലാമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കേരള ആഫ്റ്റർ 1956 വരുന്നത് പ്രധാനപ്പെട്ട മിനിസ്ട്രികൾ, ഇപ്പോൾ ആരൊക്കെയായിരുന്നു 1957 ഫസ്റ്റ് മിനിസ്ട്രിയിലെ മന്ത്രിമാർ, അവരായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇപ്പോൾ ലാൻഡ് റിഫോം ബില്ല്, എഡ്യൂക്കേഷൻ ബില്ല്, റിഫോം ബില്ല്, ഓർഡിനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം PSC പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന മിനിസ്റ്റർ, ഇന്ന
ആൾ ഏത് പോർട്ട്ഫോളിയോ ആയിരുന്നു കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യനുകളെല്ലാം ഈ പറഞ്ഞ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത ഓർഡർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഡർ ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. ഇനി സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു അൺഡിസ്പ്യൂട്ടഡ് കിങ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്നൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. 9 തവണ എന്ന് 2021 മുതൽ 25 വരെ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റിൽ നിന്ന് 9 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ് എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് അടിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഒരു പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അൺഡിസ്പ്യൂട്ടഡ് കിങ് ഓഫ് കേരള ഹിസ്റ്ററി സിലബസിൽ അൺഡിസ്പ്യൂട്ടഡ് കിങ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമുള്ളൂ, അത് സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ് ആണ്. പിന്നെ ഹോട്ട് ടോപ്പിക്കിൽ ഒരു മേജർ ലീഡർ, ഇതൊരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ്. ഇത് മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിട്ടുണ്ട്, 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഇതും ഒരു കീ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് 2022 മുതൽ 25 വരെ, 2021 അധികം ചോദിച്ചിട്ടില്ലെങ്കിലും 22 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ മേജർ ലീഡേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, സോഷ്യോ റിലീജിയസ് റീഫോമായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ ലീഡേഴ്സിന്റെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും നിങ്ങൾ കേരള ഹിസ്റ്ററിക്കകത്ത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. നിർബന്ധമായിട്ടും ആ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യണം. അപ്പോൾ ഇതാണ് കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഈ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ നിങ്ങളുടെ സിലബസ് പ്ലാനിൽ ഉൾപ്പെടുത്തണം. നിങ്ങളുടെ റിവിഷനിൽ ഈ ഹോട്ട് ടോപ്പിക്സ് ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻസ്. താങ്ക് യു.